Hi everyone, this is me Abhijit VS. Welcome to my channel, The Unprofessional Artist. This is our third video. Some basics of drawings and പിന്നെ എങ്ങനെയാണ് ഒരു ബിഗിനർ ആർട്ടിസ്റ്റ് ആർട്ടിനെ അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ വീക്കിലും അതിന് മുമ്പത്തെ വീക്കിലുമായിട്ട് ഓരോ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. If you are interested, check it out or not, I don't care. In this video, there is no dramatic intro, no shitty jokes. Just cut to the chase. I just want this video to be short. So let's begin. In this video, I am going to talk about lines. യെസ്, ലൈൻസിനെ പറ്റി പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ലൈൻസ് തിക്കാവാം, തിന്നാവാം, സോഫ്റ്റ് ആവാം, ഹാർഡ് ആവാം. ആദ്യം സോഫ്റ്റ് തുടങ്ങി ഹാർഡായി വീണ്ടും സോഫ്റ്റ് ആവാം. ജസ്റ്റ് ലൈക്ക് യുവർ തിങ്. നൺ ഓഫ് ദ സ്റ്റഫ്. ദിസ് വീഡിയോ ഇസ് അബൌട്ട് സ്ട്രെയിറ്റ് ലൈൻ ആൻഡ് കർവ് ലൈൻ. അതായത് ഒരു ലൈൻ ചൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് നിങ്ങളുടെ ഹോൾ ഡ്രോയിങ്ങിനെ അഫക്റ്റ് ചെയ്യാൻ പോകുന്നതെന്നാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. This is the kind of shit I was talking in the last video and the previous video before that. അടുത്ത ആഴ്ച തൊട്ട് നമുക്ക് പുതിയ എന്തെങ്കിലും നോക്കാം. ഒരു ചിത്രകാരനെ സംബന്ധിച്ചോളം അവൻ്റെ ഭൂരിഭാഗം കഴിവും അല്ലെങ്കിൽ ഏറെക്കുറെ മുഴുവൻ കഴിവും തന്നെ പ്രകടിപ്പിക്കുന്ന അവൻ്റെ വരകളിലൂടെയാണ്. അതായത് ലൈൻസ്, ലൈൻസ്. പെയിൻറ്റേഴ്സ് എക്സ്ക്ലൂഡഡ്. കാരണം പെയിൻറ്റേഴ്സിന് വരവില്ലാതെ തന്നെ സം അമേസിങ് സ്റ്റഫ് ചെയ്യാനായിട്ട് പറ്റും. ദേ ക്യാൻ. നിങ്ങളൊരു പേനയും പെൻസിലും യൂസ് ചെയ്യുന്ന ആർട്ടിസ്റ്റ് ആണെങ്കിൽ ലൈൻസ് ആണ് നിങ്ങൾ മോസ്റ്റ്ലി ഡീൽ ചെയ്യുന്നത്. ഇവിടെ ലൈൻസിലൂടെയാണ് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. സോ ലൈൻസ് മാറ്റർ. ബേസിക്കലി വി ആർ ട്രൈങ് ടു ക്യാപ്ചർ എ 3D object into a 2D plane using 2D lines as 3D object. ഇറ്റ്സ് കൈൻഡ് ഓഫ് കോംപ്ലിക്കേറ്റഡ്. അതൊക്കെ അപ്പം നമ്മൾ 3 dimension തന്നെ ചിന്തിച്ച് വരച്ചാൽ നമുക്ക് ആ ഒരു രീതിയിലോട്ട് വരയ്ക്കാൻ പറ്റത്തുള്ളൂ. അതൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യമാണ്. ആദ്യം ഒരു ലൈൻ വരയ്ക്കാനാണ് പഠിക്കുന്നത്. ലൈൻ വരയ്ക്കാൻ പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ചിന്താഗതിയിലോട്ട് വരാം. എൻ്റെ കാഴ്ചപ്പാടിൽ ലൈൻസിനെ ഞാൻ രണ്ടായി തരംതിരിക്കുന്നു: സ്ട്രെയിറ്റ് ലൈൻസ് ആൻഡ് കർവ് ലൈൻസ്. വളഞ്ഞ വരെയും വളയാത്ത വരെയും. ദാറ്റ്സ് ദ ഓൺലി തിങ് ഐ ആം ഗോയിങ് ടു ടോക്ക് ഇൻ ദിസ് വീഡിയോ. കേൾക്കുമ്പോൾ സില്ലിയായി തോന്നിയേക്കാം, ബട്ട് ഇറ്റ് ഈസ് സംതിങ് യു ഷുഡ് കൺസിഡർ വൈൽ യു ഡ്രോയിങ്. എങ്ങനെയുള്ള ലൈൻസ് ആണ് ചൂസ് ചെയ്യുന്നതനുസരിച്ച് നിങ്ങളുടെ ഹോൾ ഡ്രോയിങ്ങിൻ്റെ ഔട്ട്കമേ മാറിയേക്കാം. ബിക്കോസ് ലൈൻസ് കൺവേ ഇമോഷൻ. യൂസിങ് ഡിഫറെൻറ്റ് ലൈൻസ് ഗീവ്സ് ഡിഫറെൻറ്റ് ഔട്ട്കം. ചിലത് സുന്ദരവും ശാന്തവുമാകുമ്പോൾ ചിലത് ഭയാനകവും ദൃഢതയുള്ളതുമാകാം. ഈ സ്കെച്ചസ് നോക്കുക. ഇതിപ്പം 2 മിനിറ്റിനുള്ളിൽ വരച്ച 2 സ്കെച്ചസ് ആണ്. അപ്പം ഇതിനകത്ത് 2 മിനിറ്റിനുള്ളിലാണ് വരച്ചതെന്നാൽ പോലും ഈ ഇടത്തെ സൈഡിലുള്ള സ്കെച്ചിന് വലത്തുള്ളതിനേക്കാൾ ഒരു ജീവൻ നമുക്ക് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ ആ ഒരു മോഷൻ ക്യാപ്ചർ ചെയ്യാനായിട്ട് പറ്റിയതായിട്ട് കാണാൻ പറ്റും. കാരണം നിങ്ങൾ സറൗണ്ടിങ്സ് നോക്കിയാൽ തന്നെ അല്ലെങ്കിൽ നേച്ചറിലോട്ട് നോക്കിയാൽ തന്നെ ഓർഗാനിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ലിവിങ് തിങ്സിനെല്ലാം അവരുടെ എഡ്ജസ് റൗണ്ട് ആയിട്ടാണ്. എന്നാൽ സ്ട്രക്ചറൽ ആയിട്ടുള്ള നോൺ ലിവിങ് തിങ്സ് അല്ലെങ്കിൽ ഇപ്പം ഒരു വീട് അല്ലെങ്കിൽ കാറ്, ഈവൻ റോബോട്ട്സ്, അവരുടെ ഒക്കെ ആണെങ്കിലും ദേ ആർ നോട്ട് റൗണ്ട് എഡ്ജസ്. അവർക്കെല്ലാം ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരു സ്ട്രക്ചറൽ ഫീലാണ്. സ്ട്രെയിറ്റ് ലൈൻസ് ആണ് അവരെ ഡിഫൈൻ ചെയ്യുന്നത്. അത് ഇമ്മൂവബിൾ ആയിട്ടുള്ള ഒരു ഫീച്ചറായിട്ട് നമുക്ക് കാണാം. അപ്പം തന്നെ അതുങ്ങൾക്ക് ജീവനുള്ളതായിട്ട് നമുക്ക് തോന്നില്ല. ജീവനുള്ള വസ്തുക്കൾ വരയ്ക്കുമ്പോൾ കർവ് ലൈൻസ് യൂസ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ഡൈനാമിക് ആയിട്ടോ അല്ലെങ്കിൽ ഡൈനാമിക് ആക്ഷൻ വരയ്ക്കാനായിട്ടും സഹായിക്കും. പിന്നെ ലൈൻസ് എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റിക് കോൺസെപ്റ്റ് അല്ലേ. റിയൽ വേൾഡിൽ ലൈൻസ് ഇല്ലല്ലോ. വി ഓൺലി ഹാവ് എഡ്ജസ്. ദാറ്റ്സ് എ ട്രൂത്ത്. വേക്ക് അപ്പ് ടു റിയാലിറ്റി. സോ നിങ്ങൾ ലിവിങ് തിങ്സിനെ അല്ലെങ്കിൽ ഡൈനാമിക് ആയിട്ടുള്ള ആക്ഷൻസ് വരയ്ക്കുമ്പോൾ അല്ലെങ്കിൽ എന്തും ആയിക്കോട്ടെ, ഇപ്പം നോൺ ലിവിങ് തിങ്സ് ആണെങ്കിൽ കൂടി ഡൈനാമിക് ആയിട്ടുള്ള ആക്ഷൻ വരയ്ക്കുമ്പോൾ അതിനകത്ത് കേവ് കൊണ്ടുവരാണെങ്കിൽ കൂടുതൽ ഡൈനാമിക് ആയിട്ട് തോന്നാൻ സാധിക്കും. അപ്പം സ്ട്രക്ചറൽ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നോൺ ലിവിങ് തിങ്സിനെ സ്ട്രെയിറ്റ് ലൈൻസ് കൊണ്ടും പിന്നെ ലിവിങ് തിങ്സിനെ അല്ലെങ്കിൽ ഡൈനാമിക് ആക്ഷൻ ചെയ്യുന്ന എന്തിനെ വരച്ചാലും അത് കേവ് ലൈൻസ് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളുടെ പിക്ചറിൻ്റെ ഔട്ട്കമ്മിനെ നല്ല രീതിക്ക് എഫക്റ്റ് ചെയ്യും. ഇപ്പം നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ആർട്ടിൽ പ്രോ ആയിട്ടുള്ള ഒരാൾ ചിലപ്പോൾ ഞാൻ ഈ പറഞ്ഞ നോൺ ലിവിങ് തിങ്സിനാണ് സ്ട്രെയിറ്റ് ലൈൻ അല്ലെങ്കിൽ കേർവ് ലൈൻസ് ലിവിങ് തിങ്സിനാണെന്നുള്ളത് ബ്രേക്ക് ചെയ്ത് സ്ട്രക്ചറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു നോൺ ലിവിങ് തിങ്ങിന് കേർവ് ലൈൻസും ലിവിങ് തിങ്സിന് സ്ട്രെയിറ്റ് ലൈൻസും കൊടുത്ത് അവർ വരയ്ക്കുന്നതാണ്. കാരണം അവർക്കറിയാം. അല്ലെങ്കിൽ ചിലർ സ്ട്രെയിറ്റ് ലൈൻസ് വരച്ചാൽ അത് നമുക്ക് കാണുമ്പോൾ കേർവ്ഡ് ആയിട്ട് തോന്നുന്ന പോലെ വരയ്ക്കുന്നവരും ഉണ്ട്. അപ്പോൾ അവരെന്താണ് ചെയ്യുന്നത് വെച്ചാൽ അവർക്കറിയാം അവരെന്താണ് ചെയ്യുന്നത്. അതാണ് വ്യത്യാസം. നിങ്ങളും അവരും തമ്മിലുള്ള വ്യത്യാസം. സോ ഫസ്റ്റ് ലേൺ ദ റൂൾ, ദെൻ ബ്രേക്ക് ദ റൂൾ. ഇത് ഞാൻ ഒരേ പോസിൽ നിന്ന് വരച്ച 2 ഡ്രോയിങ്സ് ആണ്. ഒന്നിൽ ഞാൻ സ്ട്രെയിറ്റ് ലൈൻസ് യൂസ് ചെയ്തു, മറ്റേത് ഞാൻ കേർവ് ലൈൻസ് യൂസ് ചെയ്തു. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുവാണെങ്കിൽ കാണാം, ഒന്നിച്ചിരി സ്റ്റിഫും ഒരു റിജിഡായിട്ടും തോന്നുന്നു, മറ്റേത് ഫ്ലോയി ആയിട്ടും തോന്നുന്നു. ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഇപ്പോൾ നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ലൈനിൻ്റെയും കേർവ് ലൈനിൻ്റെ ഇടയ്ക്കുള്ള ബാലൻസ് കണ്ടുപിടിക്കാൻ സാധിക്കുകയാണെങ്കിൽ യു ക്യാൻ ഡ്രോ സം ഗുഡ് സ്റ്റഫ്. ട്രസ്റ്റ് മീ, യു ക്യാൻ. നിങ്ങൾ തന്നെ ഒരു ക്യാരക്ടർ വരയ്ക്കുകയാണെന്ന് വെക്കുക. ഫോർ നിങ്ങൾ തന്നെ സ്റ്റോറിക്കോ അല്ലെങ്കിൽ എന്തിനേലും വേണ്ടി. അപ്പം നിങ്ങൾ ക്യാരക്ടർ അനുസരിച്ച് ലൈൻ ചൂസ് ചെയ്യും.
നിങ്ങൾ ലൈൻസ് ചൂസ് ചെയ്യുമ്പോൾ അത് ക്യാരക്ടറിനനുസരിച്ചുള്ള ലൈൻസ് ചൂസ് ചെയ്യുക. അതിപ്പം ഒരു സ്ട്രോങ് അല്ലെങ്കിൽ അറഗൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിനെ വരയ്ക്കുമ്പോഴത്തേനും സ്ട്രെയിറ്റ് ലൈൻസും ഹാർഡ് ഷേപ്സും യൂസ് ചെയ്യുക. ഇപ്പം ഒരു സോഫ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു കൈൻഡ് ഹാർട്ടഡ് ആയിട്ടുള്ള പേഴ്സണെയാണ് വരയ്ക്കുന്നതെങ്കിൽ അപ്പം നമ്മൾ യൂസ് ചെയ്യേണ്ടത് സോഫ്റ്റ് ആയിട്ടുള്ള ലൈൻസും കേർവ്ഡ് ലൈൻസുമാണ്. അതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഷേപ്സ് യൂസ് ചെയ്യാം, സർക്കിളൊക്കെ പോലെ. ഇപ്പം അറഗൻ്റ് ആയിട്ടുള്ള ഒരാളെ വരയ്ക്കുമ്പോഴത്തേനും ഒരു ബോക്സി ടച്ചാണ് കൊടുക്കുന്നതെങ്കിൽ അയാൾ ഇച്ചിരി ഒരു ക്യാരക്ടറിനെ അത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അയാളുടെ പേഴ്സണാലിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ആ ലൈൻസ് സാധിക്കും. സോ നൗ ഐ ഹാവ് ടോക്ഡ് അബൌട്ട് ദ ലൈൻസ്. സോ നൗ ലെറ്റ് മീ ടെൽ യു ഹൗ ടു ഡ്രോ ദാറ്റ് ഷീറ്റ് ജസ്റ്റ് ലൈക്ക് മൈ പ്രീവിയസ് വീഡിയോസ്. യൂസ് യുവർ ഫ്രീക്കിംഗ് ഷോൾഡേഴ്സ്. ഓക്കെ, അതായത് നമ്മളിപ്പോൾ സാധാരണ കൈകൊണ്ട് വരയ്ക്കുന്നതിനേക്കാൾ ഷോൾഡർ യൂസ് ചെയ്ത് വരയ്ക്കുകയാണെങ്കിൽ മോർ കോൺഫിഡൻറ്റ് ആൻഡ് ഫ്ലോ ഉള്ളൊരു ലൈൻ കിട്ടും. പിന്നെ നിങ്ങൾ ഡീറ്റെയിലിങ്ങിലോട്ട് കടക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കൈ അല്ലെങ്കിൽ വൃഷ്ടി യൂസ് ചെയ്തോളൂ. കാരണം ഡീറ്റെയിലിങ്ങിലോട്ട് പോകുമ്പോൾ തന്നെ നമുക്ക് മൈന്യൂട്ട് ആയിട്ടുള്ള ഡീറ്റെയിൽ ആഡ് ചെയ്യാനായിട്ട് കൈ ഉപയോഗിക്കുക. ഇപ്പോൾ നിങ്ങളൊരു ബിഗിനർ ആർട്ടിസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ ഡീറ്റെയിലിനെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യം കൂടെ വരുന്നില്ല. ജസ്റ്റ് തിങ്ക് അബൌട്ട് ദ ബിഗർ പിക്ചർ. ഓക്കെ, നിങ്ങൾ ആദ്യം വരയ്ക്കേണ്ടത് ആ ഒരു ഇപ്പോൾ ഹ്യൂമനെയാണ് വരയ്ക്കുന്നതെങ്കിൽ അത് ആളെ മൊത്തം അല്ലെങ്കിൽ ആ പോസ് ക്യാപ്ചർ ചെയ്യാനായിട്ടാണ് നിങ്ങൾ നോക്കേണ്ടത്. അല്ലാതെ ഡീറ്റെയിലിങ്ങിൽ പെട്ടുപോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഏറ്റവും കൂടുതൽ ആർട്ടിസ്റ്റുകൾ ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ്, അതായത് ഡീറ്റെയിലിങ്ങിൽ, അതായത് ഓരോ വരയും കറക്റ്റാക്കി വരച്ച് നോക്കി ഇത് ശരിയാക്കി അത് ശരിയാക്കി വെറുതെ ഒരു സ്കെച്ചിന് നമ്മുടെ ടൈം കളഞ്ഞുകൊണ്ടിരിക്കും. ഇത് നിങ്ങളുടെ ആദ്യത്തെ അവസാനത്തെ സ്കെച്ചല്ല, ഇത് ജസ്റ്റ് നിങ്ങളുടെ ലേണിംഗ് സ്റ്റേജ് ആണ്. അവിടെ നിങ്ങളിത് പെർഫെക്റ്റ് ആക്കണം ഒരു നിർബന്ധമില്ല. നിങ്ങൾ ആദ്യം പഠിക്കുക, എന്നിട്ട് അവസാനം അല്ലെങ്കിൽ ആദ്യം സ്കിൽ ഡെവലപ്പ് ചെയ്യുക, പിന്നീട് നമുക്ക് കംപ്ലീറ്റ് സ്കെച്ചസ് ഉണ്ടാക്കാം. അത് പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല. 1-2 വർഷത്തിൽ ഏറ്റവും മിനിമം വേണ്ടി വരും നിങ്ങൾ നന്നായിട്ടൊന്ന് വരയ്ക്കാൻ പഠിക്കാനായിട്ട്. ആദ്യം നിങ്ങൾ ലൈൻ വരയ്ക്കാൻ പഠിക്കുക, അത് കഴിഞ്ഞ് ഗെസ്റ്റർ സ്കെച്ചസ് പ്രാക്ടീസ് ചെയ്യുക. ഈ പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ അനാട്ടമി പഠിക്കുക. ഈ പഠിക്കുന്ന അനാട്ടമി ഗെസ്റ്ററിനകത്തോട്ട് അപ്ലൈ ചെയ്ത് നോക്കുക. അത് കഴിഞ്ഞ് ലൈൻസ് വരയ്ക്കാൻ കോൺഫിഡൻസ് ആയി കഴിയുമ്പോൾ മാത്രം അടുത്ത സ്റ്റെപ്പിലോട്ട് പോവുക. ആദ്യം ലൈൻസ്, പിന്നെ ഗെസ്റ്റർ, പിന്നെ അനാട്ടമി, പിന്നെ സ്ട്രക്ചർ, പ്ലെയിൻസ്, അങ്ങനെ നമുക്ക് പല മേഖലയിലോട്ട് പോകും. കാരണം ഒരു സമയം ഒരു കാര്യം പഠിക്കാനായിട്ട് പഠിക്കുക. അധികം ഡീറ്റെയിൽ അല്ലെങ്കിൽ ഒത്തിരി ഇൻഫോർമേഷൻ കുത്തിക്കയറ്റി ഉടനെ തന്നെ എല്ലാം നേടാമെന്ന് വെച്ചാൽ ഒന്നും നടക്കില്ല. കാരണം ഇപ്പം ഒരേ സമയം ഒരു കംപ്ലീറ്റ് സ്കെച്ചാണ് വരയ്ക്കാൻ നോക്കുന്നെങ്കിൽ അതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലൈൻ ഡ്രോയിങ്ങിനെ പറ്റി പഠിക്കണം, പെർസ്പെക്റ്റീവിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം, അനാട്ടമി കുറേയൊക്കെ അറിഞ്ഞിരിക്കണം, പിന്നീട് കളറിനെ പറ്റി അറിയണം, ഷെയ്ഡിങ്ങിനെ പറ്റി അറിയണം, അല്ലെങ്കിൽ ഷെയ്ഡ് തന്നെ ഏത് തരത്തിലുണ്ട്, ലൈറ്റിങ്ങിനെ പറ്റി അറിയണം, പിന്നെ റെൻഡറിങ്, അങ്ങനെ കുറേ കാര്യം വരുന്നുണ്ട്. അപ്പോഴത്തേനും ഇതെല്ലാം കൂടെ ഒരേ സമയം നോക്കാതെ ഒരു കാര്യം പിക്ക് ചെയ്ത് ആ സാധനം പഠിക്കുക. ഇപ്പോൾ ഒരു ദിവസം ഒരു ടോപ്പിക്ക് പിക്ക് ചെയ്യും. ഇപ്പോൾ തലയാണ് വരയ്ക്കുന്നതെങ്കിൽ തല മാത്രം പഠിക്കുക. ഇപ്പം ഗെസ്റ്റർ ഡ്രോയിങ് വരയ്ക്കാനായിട്ടാണ് പഠിക്കുന്നതെങ്കിൽ അത് മാത്രം നോക്കുക. ഇപ്പോൾ കൈയെക്കുറിച്ചാണ് പഠിക്കുന്നതെങ്കിൽ കൈ മാത്രം വരച്ച് പഠിക്കുക. ഒരു ദിവസം 1% വെച്ച് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു വർഷം കൊണ്ട് നിങ്ങളൊരു 360% വരെ നിങ്ങൾ ഇപ്പോഴത്തെ സ്കില്ലിൽ നിന്ന് ഡെവലപ്പ് ആവാനായിട്ട് സാധിക്കും. സോ ഡീറ്റെയിലിൽ പെട്ട് കിടക്കാതെ നിങ്ങളൊരു ബിഗർ പിക്ചർ ക്യാപ്ചർ ചെയ്യാനായിട്ട് നോക്കുക. ലേൺ യുവർ ഫ്രീക്കിംഗ് ആർട്ട് ഫണ്ടമെന്റൽസ് മാൻ. ഞാൻ ഇത് പിന്നെയും എൻ്റെ വീഡിയോ പറയാനുള്ള കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇത് എല്ലാ ആർട്ടിസ്റ്റും അല്ലെങ്കിൽ ബിഗിനറായിട്ടുള്ളവർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഈ പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാക്ടീസ് വോണ്ട് മേക്ക് യു പെർഫെക്റ്റ്. നിങ്ങൾക്ക് ചെയ്യേണ്ടത് പെർഫെക്റ്റ് പ്രാക്ടീസ് ആണ്. എങ്കിൽ മാത്രമേ നിങ്ങൾ ഇമ്പ്രൂവ് ആകത്തുള്ളൂ. അത് ശ്രദ്ധിക്കുക. അതായത് നിങ്ങൾ വെറുതെ വരച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നിങ്ങൾ എന്താണ് വരയ്ക്കുന്നത്, നിങ്ങൾ പഠിക്കാനായിട്ടിരിക്കുമ്പോൾ എന്താണ് നിങ്ങൾ ഇതിൽ നിന്ന് അച്ചീവ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കണം. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ പഠിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയ്ഡിങ്, അല്ലെങ്കിൽ എനിക്ക് പെയിൻറ്റിങ് അറിയില്ല. അപ്പോൾ പെയിൻറ്റിങ്ങിൻ്റെ ബേസിക്സ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ പഠിക്കുന്ന ലൈറ്റും ഷാഡോസും എങ്ങനെയാണ് ഫേസിന് ഇൻട്രാക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫേസിൻ്റെ പ്ലെയിൻസ് അറിഞ്ഞതിന് മുമ്പ് പഠിച്ചുകൊണ്ടിരുന്നത്. കാരണം പ്ലെയിൻസ് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഈ ലൈറ്റും ഷാഡോ എങ്ങനെയാണ് ഫേസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ പഠിക്കുന്നത് പെയിൻറ്റിങ് ആൻഡ് ഷെയ്ഡിങ്ങിനെ പറ്റിയാണ്. അപ്പം ഇപ്പം ഞാൻ കളറിനെ പറ്റി ഒന്നും ചിന്തിക്കുന്നില്ല. ഇത് മാത്രമാണ് ആകെപ്പാടെ എൻ്റെ ഒരു ചിന്ത. അത് കഴിഞ്ഞ് ഈ ടൈമിൽ ഞാൻ യൂട്യൂബിൽ വീഡിയോസ് ഉണ്ടാക്കുന്നതുകൊണ്ട് എനിക്ക് പഴയ കാര്യങ്ങൾ ഒന്നുകൂടെ പോവുകയും പഴയ കാര്യങ്ങൾ റിവൈസും ചെയ്യുന്നു വരുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മെയിൻലി യൂട്യൂബ് ചാനൽ തുടങ്ങിയത് തന്നെ. ഐ എം എ ഷിറ്റി പെയിൻറ്റർ. ഐ നോ, ഞാൻ പെയിൻറ്റ് ചെയ്യാൻ അത്ര മികച്ചൊരു ഇതല്ല ഞാൻ പഠിച്ചു വരുന്നുള്ളൂ. നിങ്ങളായിട്ട് എന്നോട് പറഞ്ഞായിരുന്നു. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ വരയ്ക്കാനോ അല്ലെങ്കിൽ പഠിക്കാനോ ഇരിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ കൈയും മൈൻഡും ഒന്ന് വാമപ്പ് ചെയ്യുക. നിങ്ങൾ സ്ട്രെയിറ്റ് ലൈൻസ് വരയ്ക്കുക, അല്ലെങ്കിൽ കേർവ്ഡ് ലൈൻസ് വരയ്ക്കുക, പിന്നീട് സ്പിയേഴ്സ് വരയ്ക്കുക, റെക്റ്റാങ്കിൾ വരയ്ക്കുക, സ്ക്വയർ വരയ്ക്കുക, എസ്കേഴ്സ്, സീക്കേഴ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു 5 അല്ലെങ്കിൽ 10 മിനിറ്റ് ടൈം എടുത്ത് നിങ്ങൾ ആദ്യം വരച്ച് കഴിഞ്ഞ് മാത്രം പ്രാക്ടീസിന് അല്ലെങ്കിൽ ഒരു സ്കെച്ച് കംപ്ലീറ്റ് ചെയ്യാനായിട്ടിരിക്കുക. കാരണം അത് നിങ്ങളുടെ ഡ്രോയിങ്ങിനെ നന്നായിട്ട് അഫക്റ്റ് ചെയ്യും. കാരണം ഈ ചെയ്യുന്ന പ്രാക്ടീസ് നമ്മുടെ പെട്ടെന്നുള്ള മസിൽ മെമ്മറിയിലോട്ട് അല്ലെങ്കിൽ ബ്രെയിൻ അത് പ്രോസസ്സ് ചെയ്ത് നമ്മൾ വരയ്ക്കുന്ന ലൈൻ കോൺഫിഡൻ്റ് ആയിട്ട് വരയ്ക്കാനായിട്ട് സഹായിക്കും. ഇറ്റ് ഹെൽപ്പ് മീ മാൻ. അത് നിങ്ങൾക്ക് ശരിക്കും ഇമ്പ്രൂവ് ചെയ്യാൻ അല്ലെങ്കിൽ ആർട്ടിൽ ഇമ്പ്രൂവ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ പറ്റുമെങ്കിൽ റെഗുലറായിട്ട് ഒരു ടൈം കണ്ടെത്തി അതിനുവേണ്ടി ചിലവഴിക്കുക. അല്ലാതെ വരയ്ക്കാൻ തോന്നുമ്പോൾ വരയ്ക്കുക. അല്ലാതെ ഇപ്പം ഡെയിലി ആണെങ്കിലും ഒരു അരമണിക്കൂർ മതി. അരമണിക്കൂർ
പ്രാക്ടീസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എനിക്ക് വരയ്ക്കാൻ പഠിക്കണം എന്നുള്ളൊരു മൈൻഡിലിരുന്ന് വരയ്ക്കുക. ഒരു അരമണിക്കൂർ കണ്ടുപിടിക്കാൻ വലിയ പാടില്ല. ഒന്നെങ്കിൽ കിടക്കുന്ന ടൈമിലാണെങ്കിൽ ഇച്ചിരി താമസിച്ച് കിടക്കുക, അല്ലെങ്കിൽ രാവിലെ ആണെങ്കിൽ നിങ്ങൾ എണീക്കുന്നതിനേക്കാൾ ഒരു അരമണിക്കൂർ മുമ്പേ എണീറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരയ്ക്കാനുള്ള ടൈം ആണെങ്കിലും കിട്ടും. പ്രാക്ടീസ് ചെയ്യാതെ അല്ലെങ്കിൽ കറക്റ്റ് എഡ്യൂക്കേഷൻ, പഠിക്കേണ്ട കാര്യം പഠിക്കാതെ നിങ്ങൾ ആർട്ടിൽ ഇമ്പ്രൂവ് ആകുമെന്ന് വെച്ചാൽ നടക്കത്തില്ല. അത് ഏത് മേഖലയിലാണെങ്കിലും നടക്കത്തില്ല. ആൻഡ് റിമെമ്പർ, യൂസ് യുവർ ഷോൾഡേഴ്സ്. പ്രാക്ടീസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വാമപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട യൂസ് യുവർ ഷോൾഡേഴ്സ്. ഡ്രോയിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട യൂസ് യുവർ ഷോൾഡേഴ്സ്. ഓൾവേസ് യൂസ് ഷോൾഡേഴ്സ് ഫോർ ഡ്രോയിങ്. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എന്നൊന്നും ഞാൻ പറയില്ല. ഒന്ന് പഠിക്കും, വരച്ച് പഠിക്കും. ജസ്റ്റ് ഇംപ്രൂവ് യുവർ സെൽഫ് മാൻ. ഐ എം ഡൺ ഫോർ ദിസ് വീക്ക്. ഓക്കെ, ബൈ.